പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ കേരളത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയച്ചു. UDF MP-മാർ തിരുവോണനാളിൽ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ്. DYFI റെയിൽവേ ഡിവിഷൻ ഓഫീസ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. പാലക്കാട് ഡിവിഷനെ മംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങൾ അടർത്തിമാറ്റി ചെറുതാക്കാനാണ് നീക്കം എന്നാണ് ആക്ഷേപം. അത് മൈസൂരു ഡിവിഷനിലേക്ക് ഈ ഭാഗങ്ങൾ മാറ്റിയാൽ എന്ത് സംഭവിക്കും? കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തെ അത് എത്രത്തോളം ബാധിക്കും? യാത്രക്കാർക്ക് ഇതിൻ്റെ പ്രത്യാഘാതം ഏതു തരത്തിലായിരിക്കും നേരിടേണ്ടി വരിക? കേരളത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാകുമോ? പുതിയ റെയിൽവേ പദ്ധതികൾ അല്ലെങ്കിൽ സർവീസുകൾ ഈ വിഭജനം കൊണ്ട് തിരിച്ചടി നേരിടുമോ? ഇതൊരു ഭരണപരമായ പുനഃസംഘടന മാത്രമാണോ, അതോ കർണാടകയിലെ BJP നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമാണോ എന്ന ചോദ്യവും ഒരു വശത്ത് ഉയരുന്നുണ്ട്. കർണാടകയിലെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തെ ബാധിക്കുന്ന തീരുമാനം എടുത്തു എന്ന ആരോപണം എത്രമാത്രം ശരിയാണ്? മറുവശത്ത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ മറ്റൊരു അവസരമായി ഈ വിഷയത്തെ ഉപയോഗിക്കുന്നു എന്നാണ് ആക്ഷേപം. യാത്രക്കാരുടെയും റെയിൽ വികസനത്തിൻ്റെയും താൽപ്പര്യങ്ങളാണോ ഈ പ്രതിഷേധത്തിന് പിന്നിൽ, അതോ കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ വ്യത്യാസങ്ങളുടെ തർക്കം മാത്രമാണോ? പാലക്കാട് ഡിവിഷൻ വിഭജനത്തിന് പിന്നിലെ രാഷ്ട്രീയ താൽപ്പര്യം എന്താണ്? വാദങ്ങളും വസ്തുതകളും പരിശോധിക്കാം. സ്വാഗതം ന്യൂസ് 18ലേക്ക്. സുപ്രധാനമായ ഒരു തീരുമാനത്തിനാണ് റെയിൽവേ തയ്യാറാകുന്നത്. ഈ ഒക്ടോബർ 1 മുതൽ, അതായത് ഒക്ടോബർ 1, 2026 മുതൽ പാലക്കാട് ഡിവിഷൻ്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മംഗളൂരു കേന്ദ്രമാക്കിയുള്ള ഭാഗങ്ങൾ ഇനി മൈസൂരു ഡിവിഷന് കീഴിലേക്ക് വരും എന്നതാണ് വലിയ തർക്കങ്ങൾക്ക് ഒരു കേന്ദ്രമായി മാറുന്നത്. എന്നോടൊപ്പം നിരവധി പ്രേക്ഷകർ ടെലിഫോണിലും യൂട്യൂബിലും ഒക്കെ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ മുഹമ്മദ് എന്നോടൊപ്പം ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, അങ്ങ് ഈ റെയിൽ വിഭജനത്തെ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം. നമസ്കാരം. പിന്നെ ഇത് റെയിൽവേ അത് വളരെയധികം മോശമായിട്ട് പണിയാണ് കാട്ടുന്നത്. റെയിൽവേ, കേന്ദ്ര റെയിൽവേ അത് കേരളത്തിന് മൊത്തം നഷ്ടം ഉണ്ടാക്കാൻ പോണേ. പക്ഷെ അതിന് കേരള ഗവൺമെന്റും കൂടി ചായോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേരള ഗവൺമെന്റ് സേനായിട്ട് നിൽക്കണം, എന്നാലേ നടക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാറേ, ാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, എന്നോടൊപ്പം മാഹി കിള്ളിപ്പാലത്ത് നിന്ന് ചേരുന്നു. മാഹി, ചുരുങ്ങിയ വാക്കുകളിൽ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സമരം ചെയ്യുന്നത്, കോൺഗ്രസ് മാത്രം പറയല്ലേ. കമ്മ്യൂണിസ്റ്റ് DYFI സമരം നടത്തുന്നുണ്ട്. ചാനൽ ഒന്ന് നോക്കിക്കോളി. DYFI എന്നല്ലേ പറഞ്ഞു? ഈ ദൃശ്യങ്ങൾ DYFIയുടേതല്ലേ? അങ്ങക്ക് ഇതെന്താണ്? അങ്ങ് ഈ CPM-നെതിരെ എല്ലാ മാധ്യമങ്ങളും നിലനിർത്തുന്നു എന്ന് ആരോ അങ്ങേ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒന്നും ഇല്ലെന്നേ. അത് ഇനി അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങക്ക് പറയാൻ അവസരം ഉണ്ടല്ലോ, അങ്ങക്ക് പറയാലോ. ഈ കാണിച്ചത് CPM-കാരുടെ DYFI-കാരുടെ പ്രതിഷേധമല്ലേ? ഞാൻ അവിടെ പറഞ്ഞില്ലേ DYFI പ്രതിഷേധിച്ചെന്ന്. ശരി, ഓക്കെ. ശ്രീ ഫാദർ സാമുവൽ എന്നോടൊപ്പം ചേരുന്നു. ഫാദർ സാമുവൽ, ചുരുങ്ങിയ വാക്കുകളിൽ. ഗുഡ് ഈവനിങ്. ഓണാശംസകൾ ആദ്യമായിട്ട്. യെസ്, ഹാപ്പി ഓണം. പിന്നെ രണ്ടാമതായിട്ട് ഇത് വലിയ നഷ്ടവും കേരളത്തിനുണ്ടാക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഉടനടി ചെയ്യേണ്ടത് അസംബ്ലി വിളിച്ചു കൂട്ടുക, എന്നിട്ട് ഇതിന്റെ പ്രത്യാഘാതങ്ങള് വിശദമായിട്ട് പഠിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കുക. മാത്രമല്ല MP-മാര് അവിടെ പോയിട്ട് ഈ പ്രതിഷേധം അറിയിക്കുക, ഇത് നടപ്പാക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകാൻ തക്കവണ്ണം പ്രവർത്തിക്കുക. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാമചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നത് പാറശാലയിൽ നിന്നാണ്. ശ്രീ രാമചന്ദ്രൻ. സാർ നമസ്തേ. സാർ നമസ്കാരം. രാമചന്ദ്രൻ പാറശാല. ഓക്കെ, ഇത് സാർ നമ്മുടെ ഇവിടുന്ന് നമ്മൾ 10-20 MP-മാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സാർ ഇതെല്ലാം വേസ്റ്റ് ആണെന്ന് കാണിക്കുന്ന ഒരു സൂചനയാണ് ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. സാർ ഇത് എത്രയും പെട്ടെന്ന് സാർ എത്രയും പെട്ടെന്ന് നമ്മുടെ VD സതീശൻ സാറിനെ ഇവിടുന്ന് കേന്ദ്രത്തിൽ പോയി അതിനുവേണ്ടി ഈ ഡിവിഷൻ മാറ്റം, ഡിവിഷനെ പഴയതുപോലെ
നമ്മുടെ പാലക്കാട് ഡിവിഷനിൽ തന്നെ നിലനിർത്തണം എന്നുള്ളതിലേക്ക് വേണ്ടിയുള്ള എല്ലാ ഒരു സംവിധാനവും ചെയ്യാൻ വേണ്ടി നമ്മുടെ വി ഡി സതീശൻ സാർ പോയാൽ മാത്രമേ നടക്കുള്ളൂ. അല്ല ഞാൻ ശ്രീ രാമചന്ദ്രൻ, ഞാനിത് പല ആളുകളോടും ചോദിക്കാൻ ആഗ്രഹിക്കും. ഞാനിത് റെയിൽവേയിലെ പല ആളുകളുമായി ചർച്ച ചെയ്തു. 2007 ഇതുപോലെ ഒരു വിഭജനം നടന്നതാണ്. പാലക്കാട് ഡിവിഷൻ്റെ കുറേ ഭാഗങ്ങൾ അന്ന് സേലം ഡിവിഷനായി മാറി. അപ്പോൾ അന്ന് റെയിൽവേ പറഞ്ഞിരുന്ന ഒരു ന്യായം, ഈ വിഭജനം കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല, റെയിൽവേ അതിൻ്റെ ഓപ്പറേഷണൽ കൺവീനിയൻസ് നോക്കിയാണ് വിഭജനങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ലാഭം എന്നത് റെയിൽവേക്കാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ എന്താണ് പാലക്കാടിനോ കേരളത്തിനോ അതൊരു നഷ്ടമാകാൻ യാതൊരു സാധ്യതയുമില്ല. തമിഴ്നാട്ടിലെ ഭാഗങ്ങൾ സേലം ഡിവിഷനായി പോകുന്നു. അത് അവരുടെ ആ ഭരണ സംവിധാനത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു പുനഃക്രമീകരണം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇത് യാതൊരു തരത്തിലും അതിനെ ബാധിക്കില്ല എന്നൊരു നിലപാടാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇന്നും ഒരുപക്ഷെ അതേ നിലപാട് തന്നെയായിരിക്കും വരാനിരിക്കുന്നത്. ഇത് കുറെ കൂടി ഇത് കേരളത്തെ ബാധിക്കുമെന്ന് പറയുന്നതല്ലാതെ കേരളത്തെ ഇത് എങ്ങനെ ബാധിക്കും എന്ന് പറയാൻ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ? അല്ല സാർ, അതായത് ഇത് ഉടമസ്ഥാവകാശം സാർ. ഇവിടുന്ന് ഡിവിഷൻ ഷൊർണൂർ വരെയാണ് നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷൻ വരുന്നത്. സാർ കേൾക്കുന്നുണ്ടോ? ഹലോ. ഷൊർണൂരും സാർ ഈറോഡും. അതായത് ഈ ഉടമസ്ഥാവകാശം നമ്മുടെ കേരളത്തിന്റെ അവകാശമാണ് പാലക്കാട് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പാലക്കാട്ടിൽ നിന്ന് ഷൊർണൂർ വരെ അത് പോകുന്നുണ്ട് നമ്മുടെ ഡിവിഷൻ. അത് അതാണ് എനിക്ക് വലിയ സംശയം. ഞാനിത് ഏതെങ്കിലും ഇത് നമ്മുടെ ഇടത് ചിന്തകരാരെങ്കിലും വന്ന് നമുക്കിതിന് മറുപടി പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മംഗലൂർ കർണാടകത്തിൻ്റെ ആണല്ലോ, കോയമ്പത്തൂർ തമിഴ്നാടിൻ്റെ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായി അവരുടെ ആ ഒരു ഡിവിഷൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആ സംസ്ഥാനത്തിന് കുറേ ഭാഗങ്ങൾ കൂടി ഈ ഡിവിഷനിൽ നിലനിൽക്കണം എന്ന് നമ്മൾ വാദിക്കുമ്പോൾ അത് റെയിൽവേക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അല്ല, അത് അംഗീകരിക്കാം സാർ. അതായത് അവിടുത്തെ ആൾക്കാർ ആരും ഇത് വിട്ടുതരില്ല. അതാണ് ഉടനെ അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ നമുക്ക് ഇരിക്കുന്നത് ഡിവിഷനിന്റെ അത്രയും ദൂരമെങ്കിലും ഇരുന്നോട്ടെ സാർ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ മുഖ്യമന്ത്രി വിചാരിച്ചാലേ നടക്കുള്ളൂ. എം പിമാരെ കൊണ്ടൊന്നും ഒരു വ്യക്തമാണ്. ഓക്കെ, അപ്പൊ ശ്രീ പ്രേമൻ എന്നോടൊപ്പം വടകരയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ പ്രേമൻ മദ്രാസിലാണോ അതോ ഇവിടെയാണോ, വടകരയിലാണോ? ഇല്ല, വടകരയിലാണ് ഉള്ളത്. വടകരയിലാണ്. അപ്പൊ ഓണാഘോഷമൊക്കെ കലക്കുന്നോ ശ്രീ പ്രേമൻ? ഓണാഘോഷം ഇപ്രാവശ്യം കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലാണ് ഓണം. മകളോടൊത്ത്. അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മുടെ ഓണം പണ്ടിക എന്നാണല്ലോ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ഓണം പണ്ടികയ്ക്ക് ഇന്ന് ഇത്തവണ ഇല്ല. പൊങ്ങൽ പണ്ടിക എല്ലാം പണ്ടികയാണ്. അപ്പൊ ഞാൻ ശ്രീ പ്രേമൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ഒരാളാണല്ലോ. ഓക്കെ, മലയാളിയാണ് എങ്കിലും കുറേയൊക്കെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു റെയിൽവേ സംവിധാനം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സൗകര്യങ്ങൾക്ക് വേണ്ടി അത് റെയിൽവേ അതിനെ വിഭജിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റെന്നാണ് റെയിൽവേ ചോദിച്ചിരുന്നത്. 2007 കാര്യമാണ്. അന്ന് കോൺഗ്രസും ഇത് തന്നെയാണ് ചോദിച്ചിരുന്നത്. 2007 അന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസ് ചോദിച്ചിരുന്ന ഒരു ചോദ്യം, ഈ വിഭജനം റെയിൽവേയുടെ വരുമാനമാണ്, റെയിൽവേ അവരുടെ സൗകര്യാർത്ഥമാണ് ഇത് നടത്തുന്നത്. ഇതിന് സംസ്ഥാനങ്ങളുടെ അതിർത്തി നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവിഷൻ നോക്കിയോ അല്ല ഫണ്ട് അലൊക്കേഷൻ നടക്കുന്നത്. റെയിൽവേയുടെ ആവശ്യങ്ങളനുസരിച്ച് സോണൽ വൈസായിട്ടാണ് ഫണ്ട് അലൊക്കേഷൻ നടക്കുന്നത് എന്നൊരു ന്യായീകരണമാണ് അന്ന് പറഞ്ഞിരുന്നത്. അന്ന് ലാലു പ്രസാദ് യാദവാണ് അന്ന് ഇതൊക്കെ അംഗീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഈ മംഗളൂരു ഭാഗം കർണാടക അവരുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റണം എന്ന് നിലപാടെടുത്തു എന്ന് തന്നെ വിചാരിക്കുക. അതിലെന്താണ് തെറ്റുള്ളത്? കേരളത്തിൽ എന്താ തെറ്റുള്ളതെന്ന് சொன்னாല് എന്താ തെറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു സോൺ ഇവിടുന്ന് മാറ്റുന്ന സമയത്ത് ഇവിടുത്തെ വരുമാനത്തിൽ ഉണ്ടാകുന്ന ഇടിവ് അത് ഭയങ്കരമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ ആ വരുമാനം എടുത്ത് നോക്കി കേട്ടോ. കാരണം 2007 പാലക്കാട് ഡിവിഷൻ രണ്ടായി പിളർത്തിയല്ലോ, സേലം ഡിവിഷനായി പോയി. അന്ന് 200 കോടി രൂപയാണ് വരുമാനം കുറഞ്ഞത്. പക്ഷേ അലൊക്കേഷൻ്റെ കണക്ക് ഞാൻ എടുത്തു. 2009-2014 മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് 372 കോടി രൂപയാണ് കേരളത്തിന് മൊത്തം റെയിൽ വികസനത്തിന് കിട്ടിയതെങ്കിൽ ഇപ്പം അത് 3000 കോടിയായി ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എവിടെയാണ് വികസനം കുറഞ്ഞതെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഏതാണ്ട് 10 ഇരട്ടിയായി റെയിൽവേക്കുള്ള ഫണ്ട് അലൊക്കേഷൻ, റെയിൽവേ പ്ലാന്റ് ഔട്ട്ലേ വരുമ്പോൾ 2009-2014 372 കോടിയാണ് ആകെ കേരളത്തിന് ലഭിച്ചതെങ്കിൽ 2024-25 അത് 2744 കോടി ആകുന്നു. അത് 2025-26 വരുമ്പോൾ
അത് 3042 കോടി. 26-27 വരുമ്പോൾ 3700, അത് 400 കോടിയിലേക്ക് ഉയരുകയാണ്. 300 കോടിയിൽ നിന്ന് 4000 കോടിയിലേക്ക് ഉയരുകയാണ്. എവിടെ ഫണ്ട് അലൊക്കേഷൻ കുറയുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയും. എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങളെ പറ്റി പറയുമ്പോ ഇപ്പൊ DYFI ആണ് പാലക്കാട് സമരം നടത്തുക. അപ്പൊ MP-മാർ ഓണം ദിവസം അന്ന് 9 മണി മുതൽ 6 മണി വരെ അവിടെ നിരാഹാരം കിടക്കാൻ പോവുക എന്ന് പറയുന്നത്. MP-മാരുടെ പണി എന്താ? MP-മാർ ഇവിടെ സംസ്ഥാനത്ത് ഇപ്പൊ എവിടെയെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എവിടെയാണോ സമരം നടത്തേണ്ടത്? ഡൽഹിയിൽ പാർലമെന്റിലെ സമരം നടത്തേണ്ടത് മന്ത്രിമാരെ കണ്ട് ഈ നമ്മളെ പ്രതിഷേധം അറിയിക്കല്ലേ വേണ്ടത്? അപ്പൊ പറയുന്ന ഓണം ദിവസം ഇത് നിരാഹാരം ഉണ്ണാമൃതം തമിഴ് പറഞ്ഞു പോകുന്നു. നിരാഹാരം കിടക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സമര രീതിയാണെന്ന് മനസ്സിലാകുന്നില്ല. അതാ എന്നെ അത്ഭുതപ്പെടുന്നത്. കാരണം ഈ ഓണ ദിവസം അന്ന് ഓഫീസ് അവധിയാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. 9 മണിക്ക് പോയിട്ട് സമരം നടത്തിയിട്ട് 6 മണി വരെ സമരം നടത്തുന്ന ഇവർ പറയുന്നത്. അതൊരു വിരോധാഭാസമായ സമരം. അത് എംപിമാര് പാർലമെന്റിലും കേന്ദ്ര മന്ത്രിമാരെയും കണ്ട് ഈ നമ്മളെ കേരളത്തിന്റെ പ്രതിഷേധം അറിയിക്കുക വേണ്ട. മുഖ്യമന്ത്രിയോ ആയാലും ശരി, ഈ MP-മാരായാലും കേന്ദ്ര ഗവൺമെന്റിനെ കണ്ട് കേന്ദ്ര മന്ത്രിമാരെ കണ്ട് പ്രതിഷേധം അറിയിക്കുക വേണ്ടേ? അന്നേക്ക് ഓഫീസുകൾ ഇല്ലാതെ ദിവസം പോയിട്ട് അവിടെ നിരാഹാരം കിടക്കുന്നു പറഞ്ഞു. എത്ര വിരോധാഭാസമാണ് ഈ സമരം. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അപ്പോൾ കുറേ പ്രേക്ഷകർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ കുറേ പേരുടെ കമൻറ്റുകൾ ഒന്ന് വായിച്ചിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് വരാം. അൻഷാദ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് വ്യക്തമല്ല. പ്രമോദ് നാണു എന്നോടൊപ്പമുണ്ട്, ഷിജു എന്നോടൊപ്പമുണ്ട്, ജയകുമാർ നമസ്കാരം. താങ്കളുടെ കുടുംബത്തിനും പ്രവീണ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രവീണയ്ക്കും സഹപ്രവർത്തകർക്കും എല്ലാം ഓണാശംസകൾ നേരുന്നു നമ്മുടെ ജയകുമാർ. ശ്രീ മുരളീധരൻ നായർ എന്നോടൊപ്പമുണ്ട്. ഗൗതം പറയുന്നത് ശക്തമായ പ്രതിഷേധം വേണം എന്നാണ് പറയുന്നത്. ഫോർ ദം കേരള ഈസ് ഇൻ സോമാലിയ നോട്ട് ഇൻ ഇന്ത്യ, ദിസ് ഷോസ് ദാറ്റ് എന്ന് ഷിജു കിരിയത്ത് പറയുന്നു. കിഷോർ കോന്നി എന്നോട് ഹായ് എന്ന് പറയുന്നു. പിന്നെ സന്തോഷ് പരിപ്പായി വരുന്നു. റെയിൽവേ മാത്രമല്ല കേരളത്തെ തന്നെ വിഭജിക്കാനാണ് കേന്ദ്രം ഭരിക്കുന്നത്. BJP സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വരുമാനം ലഭിക്കുന്ന എല്ലാ മേഖലകളും അവർ ഇല്ലാണ്ടാക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൊണാൾഡ് ഡക്ക് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് കാവ്യ ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. മനു, നിങ്ങളുടെ ഫ്ലോറിൽ എന്തോ മാറ്റം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഫ്ലോറിൽ മാറ്റം എന്തെങ്കിലും ഉള്ളതായി തോന്നുന്നില്ല. നമ്മൾ പലതരം സെറ്റുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്, അതായിരിക്കും. ബാബു കാഞ്ഞിരപ്പുഴ എന്നോട് പറയുന്നത് സത്യത്തിൽ ഡിവിഷൻ വിഭജനം എന്താണെന്ന് അറിയാത്തവരാണ് പ്രതികരിക്കുന്നത്. കാലാകാലങ്ങളിൽ എല്ലാ വിഭാഗങ്ങളും അപ്ഡേഷൻ നടക്കുന്നു. ഇതിൽ എന്ത് രാഷ്ട്രീയം? എനിക്ക് ആ ബാബു കാഞ്ഞിരപ്പുഴയുടെ ആ വാക്കുകൾ കുറേ കൂടി അത് അദ്ദേഹം കാര്യം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഈ വിഭജനം എന്ന് പറയുന്നത് സ്വാഭാവികമായി അവരുടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനാണെന്നാണ് റെയിൽവേ പറയുന്നത്. അപ്പോൾ ഡിഡ് മനു പാർട്ടിസിപ്പേറ്റ് ഇൻ ടഗ് ഓഫ് വാർ? യെസ്. ഞാൻ അതിൽ പങ്കെടുത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരേണ്ടതുകൊണ്ട് പങ്കെടുത്തില്ല. പക്ഷേ നമ്മുടെ കിരൺ ബാബു വളരെ വാശിയോടുകൂടി മത്സരിക്കുകയും ജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കിരൺ ബാബു നേതൃത്വം കൊടുക്കുന്ന സംഘമാണ് തോൽക്കുകയാണ് ചെയ്തത്. സോറി, പിന്നെ PCR കറക്റ്റ് ചെയ്യാണ്. തോൽക്കുക ചെയ്തു, തോറ്റിരിക്കുന്നു. കിരൺ ബാബു തോറ്റിരിക്കുന്നു. അപ്പോൾ എന്നോട് രാധേ രമണൻ തോട്ടത്തിൽ എന്നോട് പറയുന്നു ഗാർഡ് പോയത് അറിഞ്ഞില്ല, BPL പോയത് അറിഞ്ഞില്ല, പിന്നെയും പലരും പോയി, റെയിൽവേ ഡിവിഷനും പോയി. അപ്പോൾ പാസഞ്ചർ ടിക്കറ്റ് 57% നഷ്ടമെന്ന് ടിക്കറ്റിൽ അടയാളപ്പെടുത്തിയെന്ന് കരുതുന്നുവെന്നാണ് രാധേ രമണൻ എന്നോട് പറയുന്നത്. അപ്പോൾ ശ്രീ മുരളിയുണ്ട്. നമ്മുടെ ശശിധരൻ വയലാറിനെ ഇന്ന് കാണുന്നില്ല. അത് ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണോ എന്ന് സംശയം. വരുമായിരിക്കും, എന്തായാലും എന്ത് തിരക്കിലെങ്കിലും വരേണ്ട ആളാണ്. സജീഷ് എന്നോടൊപ്പം ചേരുന്നു, കോഴിക്കോട് നിന്നാണ്. സജീഷേ. ഹലോ. ശ്രീജേഷാണ്. സോറി. ശ്രീജേഷ്. അതാ ഞാൻ വെയിറ്റ് ചെയ്തത്. സാറേ, ഈ ഹാപ്പി ഓണം. ഓക്കെ. ഇവിടെ നമ്മുടെ ഈ കേരളത്തിന് ഇത് നഷ്ടം തന്നെയാണ് ശരിക്കും. എങ്ങനെയാ നഷ്ടം വരുന്നതെന്നാണ് ശ്രീജേഷ് മനസ്സിലാക്കിയത്? എനിക്കറിയാൻ വേണ്ടി. അതായത് കേരളത്തെക്കാൾ ഉപരി ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കാണ് ഇതിലെ നഷ്ടം. അതെന്താ സംഭവം എന്ന് വെച്ചാല്, പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാർ ഈ പിൻവാതിൽ നിയമനത്തിലൂടെയൊക്കെ ഒരുപാട് പൈസകൾ സമ്പാദിക്കുന്നുണ്ട്. അപ്പോ പല ആളുകൾ റെയിൽവേയിൽ പറ്റുമായിരിക്കും. പിന്നെ ഇവിടെ ഏത് സംഭവം ഉണ്ട് അതിലൊക്കെ പിൻവാതിൽ നിയമനങ്ങളുണ്ട്.
ആ അത് ശരി. നിയമങ്ങളുള്ള സത്യമല്ലേ? കാരണം ഒരുപാട് ആളുകൾ ഞാനും പലതും പുറത്തു വരുമ്പോഴാണ് എനിക്കറിയുന്നത്. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇതിൽ പിന്നെ പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണ്, നേതാക്കൾക്കാണ്. അല്ലാതെ ഇവിടെ നമ്മള് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ റെയിൽവേ അങ്ങോട്ട് മാറ്റിയാലും ഇങ്ങോട്ട് മാറ്റിയാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്താ, എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഇവിടെ നമ്മളുടെ ദിവസം പണിയെടുത്തിട്ടാണ് നമ്മള് പിന്നെ സാധനം വാങ്ങുന്നത്. ഇതെന്ന് വെച്ചാൽ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ ഈ രാഷ്ട്രീയക്കാരുടെ ഈ പൊറാട്ട് നാടകമാണ്. ഈ റെയിൽവേ മാത്രമല്ല, നമ്മുടെ എല്ലാ മേഖലയിലും പൊതുമേഖല മുഴുവനായിട്ട് രാഷ്ട്രീയക്കാർ അവരുടെ ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് അവർക്കാണ് ഇവിടെ നഷ്ടം വരാൻ പോകുന്നത്. ഇതിപ്പോ അങ്ങോട്ട് പോയ കേരളത്തിലുള്ള കുറെ ആളുകളുടെ ജോലിയൊക്കെ നഷ്ടപ്പെടും. പിൻവാതിൽ കൂടെ കയറിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ജോലികളൊക്കെ നഷ്ടപ്പെടും. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം റെജി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശ്രീ റെജി, ഹലോ മനു, നമസ്കാരം. ഒരു സമ്പദ് സമൃദ്ധമായ ഓണം ഫാമിലിക്ക് വരെ നേരുന്നു. പിന്നെ ന്യൂസ് എയ്റ്റിക്ക്, പിന്നെ എന്റെ ഈ ഫോൺ അറ്റൻഡ് ചെയ്ത സുഹൃത്തിന് പ്രത്യേകം നേരുന്നു കേട്ടോ. അത് നമ്മുടെ മോഹനാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? മോഹനാണ്. ഒന്ന് പറഞ്ഞേക്കണം. ആണോ? പിന്നെ നല്ല ഐശ്വര്യക്കുട്ടപ്പനായിരിക്കുന്നു മനു കേട്ടോ. ആണോ? ഞങ്ങളിവിടെ 2-3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓണ മത്സരങ്ങളും ഓണാഘോഷവും ഒക്കെ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ ഓരോ വിഭാഗത്തിനും ഓരോ ഡ്രസ്സ് ഒക്കെ ഞങ്ങൾ പ്രത്യേകം ഒക്കെ ഉണ്ടായി. അപ്പൊ ഞങ്ങളുടെ വിഭാഗത്തിന് പായസം കുടിച്ചാൽ കവള് ചാട്ടോ എനിക്ക്. ഞാൻ കുറച്ച് കഴിച്ചു, എനിക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അധികം കഴിച്ചില്ല, എന്നാലും കുറച്ച് നമ്മുടെ ഇതിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മനു, എനിക്ക് പറയാനുള്ളത് മുമ്പേ മനു അത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 2007 വന്നു. നമുക്കിപ്പോ കേരളീയർക്ക് സമരത്തിന്റെ ആവശ്യം, നമ്മുടെ ട്രാക്കിലൂടെ എത്ര ട്രെയിൻ ഓടിക്കാൻ പറ്റി, എത്ര എണ്ണം കൂടുതൽ കിട്ടും എന്നുള്ളത് മാത്രമേ നമുക്ക് വിഷയമുള്ളൂ. കേരളം കൊച്ചു സംസ്ഥാനമല്ലേ? നമ്മുടെ ആവശ്യത്തിന് ട്രെയിൻ വരണം, കൂടുതൽ ട്രെയിൻ വരണം. അല്ലാതെ ട്രെയിനിൽ നമ്മുടെ ട്രാക്കൊക്കെ ഊരിക്കൊണ്ടവർ പോവുകയാണെങ്കിൽ മാത്രമേ ഈ സമരത്തിന്റെ കാര്യമുള്ളൂ. പിന്നെ ഡിവൈഎഫ്ഐക്കാർ അടുത്ത് നാട്ടിൻപുറത്തേക്ക് പോസ്റ്റ് ഓഫീസിന്റെ വാതിക്ക് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോയി സമരം നടത്തുക. അതുപോലെ അതെ, ഞാൻ അതിന്റെ എന്താന്ന് വെച്ചാൽ ഞാനിത് വളരെ വിശദമായി ഇതിന്റെ കണക്കുകൾ നോക്കി. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷമാണല്ലോ നമ്മുടെ ഈ പാലക്കാട് ഇതിൽ 2007 വിഭജനം നടക്കുന്നത്. ആ കാലഘട്ടത്തിലെ റെയിൽവേ അലൊക്കേഷൻ നോക്കി അന്ന് ട്രാക്ക് ലേയിങ്ങിന് 4 കിലോമീറ്ററാണ് ഒരു ദിവസം ട്രാക്കുകൾ ഉണ്ടായിരുന്നത്. ഇന്ന് 14 കിലോമീറ്ററായി അത് ഉയർന്നിരിക്കുന്നു. സുരക്ഷാ അലൊക്കേഷനായി പണം നൽകുന്നത് 39,200 കോടിയിലാണ് ഈ മൊത്തം നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1,20,000 കോടിയായി ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഇതിലെവിടെയാണ് നഷ്ടം വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയമാണെന്നേ, രാഷ്ട്രീയമാണ്. പിന്നെ കേരളത്തിനേക്കാൾ മുമ്പല്ലേ കർണാടക തെരഞ്ഞെടുപ്പാണ്, അതൊക്കെ രാഷ്ട്രീയമാണ്. അത് ആ വഴിക്ക് പോട്ടെ. കർണാടക തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത് വരാനിരിക്കുന്നതല്ല, അത് 28 വരുന്നത്. അപ്പൊ അതും എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ളന്നേ. കേരളീയരൊക്കെ ബുദ്ധിമാന്മാരാണ്. അവരെയൊക്കെ ഈ രാഷ്ട്രീയക്കാരൻ മണ്ടന്മാരാക്കുക. ഞങ്ങളുടെ വോട്ടൊക്കെ വാങ്ങിച്ചു ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരെ, നിങ്ങൾ പറയുന്നത് കേൾക്കണമെന്നുള്ള രീതി പറയാൻ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ആശയൊന്നുമില്ല. ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ ശരത്ത് കൂടി എന്നോടൊപ്പം ചേരുന്നു, ബാലരാമപുരത്ത്. ശരത്തെ, അപ്പോൾ എന്നോട് പിന്നെ പ്രമോദ് നാണു എന്നോട് ചോദിക്കുന്നു, എന്തിനാണ് ഈ അവധി ദിവസം പോയി നിരാഹാരം എം പിമാർക്ക് എടുക്കുന്നതെന്ന്. എനിക്കറിയില്ല, അത് പിന്നെ തിരുവോണ നാളിൽ എന്ന തരത്തിൽ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തിരുവോണ നാളിൽ നല്ല സദ്യ കഴിക്കാമായിരുന്നു എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ സുനിൽ, അപ്പോൾ എം പിമാർ ഡൽഹിയിൽ പോയി എന്ന പോലെയല്ലേ കളിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അവധി ദിവസം നിരാഹാരം കിടക്കുന്നു പ്രമോദ് നായർ. വിജയകുമാർ എന്നോട് പറയുന്നത് കേരളത്തിലെ പെത്ത വിഭിച്ചത് ഈ 2 എനിക്കും അതെന്താണെന്നറിയില്ല. ഓക്കെ, ഇപ്പോൾ നന്ദകുമാർ പറയുന്നത് ഏത് ഡിവിഷൻ വരുമാനം കൂടിയാലും അത് ഇന്ത്യൻ റെയിൽവേക്ക് തന്നെയല്ലേ, നമ്മുടെ യാത്രാ സൗകര്യം കുറയാതിരുന്നാൽ പോരെ എന്ന് എന്നോട് ചോദിക്കുന്നു. ശ്രീമതി സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് ഓണം ടു യുവർ ഫാമിലി, യുവർ പ്രസൻറ്റേഷൻ ഗിവ്സ് മോർ പ്ലഷർ
ഗോഡ് ബ്ലെസ് യു എന്ന് എന്നോട് പറയാം. അപ്പോൾ സതി ബാബുരാജിനെ കാണുമ്പോൾ എനിക്കും ഭയങ്കരമായ ഒരു ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുകയാണ്. കാരണം നമ്മളെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകൾ, നമുക്കൊപ്പം പിന്തുണയൊക്കെ തരുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു പിന്തുണ കിട്ടുന്നു എന്നത് തന്നെ ഒരു വലിയ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണ്. അപ്പോൾ VC തോമസ് വന്നിട്ടുണ്ട്. പാലക്കാട് കോച്ച് ഫാക്ടറി ഇവിടെ നിന്ന് പോയത് അറിഞ്ഞില്ല, അതിനെതിരെ സമരം ഇല്ലേ എന്നാണ്. പാലക്കാട് കോച്ച് ഫാക്ടറി ഞാൻ ജനിക്കുന്ന സമയത്താണ് അങ്ങനെ ഒന്ന് വരാൻ പോകുന്നു എന്നൊരു വാർത്ത പാലക്കാട് കേട്ടത്. അങ്ങനെ ഞാൻ കുട്ടിയായിരിക്കുന്ന ആളിലോട്ട് കോച്ച് ഫാക്ടറി വരുന്നു എന്ന് ഇങ്ങനെ വാക്കുകൾ കേട്ടു. പിന്നെ കോച്ച് ഫാക്ടറി വരില്ല എന്ന് കേട്ടു. അതിൻ്റെ കാരണം അന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അന്ന് ആക്രമണം ഉണ്ടായല്ലോ. ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അന്ന് തീവ്ര വിഭാഗത്തിലുള്ള ആളുകൾ വകവരുത്തുന്ന അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ അത് പഞ്ചാബിലെ ഈ തീവ്ര സ്വഭാവം വർദ്ധിക്കുന്നു എന്നൊക്കെയുള്ള ആശങ്ക വർദ്ധിച്ചപ്പോൾ അവിടെ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതുകൊണ്ട് അവിടേക്ക് കുറേ കൂടി തൊഴിൽശാലകൾ വരാൻ ഒക്കെ അന്ന് പിന്നീട് വന്ന സർക്കാരുകൾ കുറച്ചുകൂടി മുൻകൈ എടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇത് പോയി എന്നൊക്കെ ഞങ്ങൾ കേട്ടു. അതിനെപ്പറ്റി ആധികാരികമായ രേഖയൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ അന്ന് കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് അങ്ങോട്ടേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെയും അത് വീണ്ടും വരും എന്നൊക്കെയുള്ള ചർച്ചകൾ അങ്ങനെ നിൽക്കുമ്പോഴും അത് പാലക്കാട് ഒരു കാലത്തും റെയിൽവേ ഫാക്ടറി കോച്ച് ഫാക്ടറി വന്നില്ല. അപ്പോൾ ശ്രീ ബാലനുണ്ട് പാലക്കാട് നിന്ന് എന്നോടൊപ്പം. എനിക്ക് തോന്നുന്നു ബാലൻ പിന്നെ ഇതൊക്കെ കേട്ട ഒരാളായിരിക്കും. ശ്രീ ബാലിൻ്റെ കുട്ടിക്കാലം മുതൽ കേട്ടായിരിക്കും അല്ലേ റെയിൽവേ കോച്ച് ഫാക്ടറി പാലക്കാട് വരുന്നു എന്നൊക്കെ അല്ലേ? നമസ്കാരം മനുഭായി. നമസ്കാരം. കുറേ ആയി വിളിച്ചിട്ട് അല്ലേ? ഒരു 2 മാസമായി. 2 മാസമായി. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ അല്ലേ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, പല ഹോസ്പിറ്റൽ കേസുകളൊക്കെ അതൊക്കെ എന്നിട്ട് അതിജീവിച്ച് മുന്നേറിയില്ല. അതാണ് എനിക്ക് സന്തോഷം. ചാനൽ ടീമിനും ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ കൂടെ നേരിടണം. ഓക്കെ. നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ റെയിൽവേ മൊത്തത്തിൽ ഒരു അവഗണന ഉണ്ട്. അതിന് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ അതിന് ഒരുമിച്ച് നിൽക്കുന്നില്ല. അതൊരു പ്രശ്നമാണ്. കാരണം ഇവിടെ എന്ത് കാര്യത്തിന് വന്നാലും ശരി അത് ഓരോ പാർട്ടിയും അതിന്റെ നേട്ടം കൊയ്തു പോയെങ്കിലും എന്ന് കരുതി പലരും അത് അന്ന് അവൻ ചെയ്തോട്ടെ പല കാരണത്താൽ കേരളത്തിലെ റെയിൽവേ വികസനം പല രീതിയിലായിട്ട് മുടങ്ങി കിടക്കുന്നുണ്ട്. അല്ല, പക്ഷേ ഇതൊക്കെ 2014 വരെയല്ലേ റെയിൽ വികസനം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നുള്ളത് 2014 തൊട്ടല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരോപിക്കാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ഉള്ള ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ. എന്താണെന്നറിയോ, ഈ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഈ കഞ്ചിക്കോട് ഫാക്ടറി എന്ന് പറഞ്ഞാൽ കഞ്ചിക്കോട് പിന്നെ കോച്ച് ഫാക്ടറിക്ക് ഇവിടെ സ്ഥലം വരെ എടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്. അത് അന്ന് പഞ്ചാബിലേക്ക് ഉണ്ട്. ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പഞ്ചാബിലെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് എന്തായിക്കോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഷൊർണൂർ ഒരു ട്രയാങ്കുലർ സ്റ്റേഷൻ. കാരണം നമ്മുടെ റെയിൽവേ ഷൊർണൂർ വന്നു പോകുമ്പോൾ പല ട്രെയിനുകൾക്കും സമയം കിട്ടാത്ത കാരണം ട്രെയിൻ അതിലെ മുകളിൽ കൂടെ പോകാം, ഭാരതപ്പുഴ സ്റ്റേഷൻ പോലെ. അപ്പൊ അതിന്റെ ശ്രമം നടന്ന അതും ഇല്ലാതായി പോയി. പിന്നെ നമ്മുടെ സദേൺ റെയിൽവേയുടെ ഒരു രൂപത്തിൽ ഒരു സൗത്ത് സോൺ എന്ന് എനിക്ക് പാലക്കാട് ചില ഒരു നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നാണ്. ഇതെല്ലാം പോയി. ഇതെന്താ വെച്ചാൽ തൊട്ടപ്പുറത്തും അങ്ങോട്ട് കറങ്ങി പോവാണ്. നമുക്ക് ഇതിപ്പോ ശരിക്കും നമ്മൾ ഇവിടെ മലയാളികൾക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറച്ച് കൂടിയ കാരണമാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ് ഒരു പ്രാദേശികവാദത്തിൽ ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണ് അവിടെ നടക്കുന്നത്. ഞാൻ അങ്ങനെ പ്രാദേശികവാദം ആവണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥത്തോ. തമിഴ്നാട് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, ഏത് ഭാഗത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴൊക്കെ ഞാൻ 2-3 മാസം മുന്നേ ഹൈദരാബാദിലൊക്കെ പോയിരുന്നു. അവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനും അത് എന്തോരം വൃത്തിയും കാര്യങ്ങളും. റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കാലത്ത് കഴിഞ്ഞിട്ട് കയറാൻ തോന്നും. അവിടൊക്കെ ഇപ്പോഴും ഒരു ക്ലീശല്ല. ഇപ്പോഴും ഈ അവിടെ ഓടി തുരുമ്പിച്ച് സെപ്റ്റിക്കായ സാധനങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മുടെ മലയാളികളെന്ന നിലയ്ക്ക് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഒരുമിച്ച് നിന്നിട്ടാണ് തന്നെ നേടേണ്ടത്. അത് ബിജെപിക്കാരൻ നേടിക്കോട്ടെ, അപ്പതിന്റെ കടിച്ചു സീറ്റുമാരെ നേടിക്കോട്ടെ, ആ രീതിയിലല്ലാതെ പ്രാദേശികവാദം എന്നല്ല ഞാൻ പറഞ്ഞു. കേരളത്തിന് വേണ്ടി നേരിട്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ ഒന്നിച്ച് നിൽക്കണം. എന്നാലും ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം തിരക്കൊക്കെ കഴിഞ്ഞ് വിളിച്ചതിലും സന്തോഷം. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലുണ്ടാകുമ്പോഴും ഇതുപോലെ തന്നെ നടപടി ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസ് ഇപ്പോൾ സമരത്തിനായി പോകുന്നത് എന്തിനാണ് എന്ന് ഗൗതം എന്നോട് ചോദിക്കുന്നു. ഞാനും അതുതന്നെയാണ് ഗൗതമെ നേരത്തെ ചോദിച്ചത്. അപ്പോൾ ഈ സമരമൊക്കെ 2006, 2007 ഒക്കെ വന്നപ്പോൾ അത് ഒരു ഭരണപരമായ ഒരു സംവിധാനമാണ്. റെയിൽവേയുടെ ഭരണപരമായ ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ജൂറിസ്ഡിക്ഷൻ, അതായത് അധികാര പരിധി ഒരു പ്രത്യേക സംവിധാനത്തിൽ ഒരുക്കുമ്പോൾ അത് ഗുണകരമായി വരും എന്ന അടിസ്ഥാനത്തിലാണ് അത് വരുന്നത് എന്നൊക്കെ വാദിച്ച ആളുകൾ
പെട്ടെന്ന് ഇങ്ങനെ മാറി ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ റെയിൽവേ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എളുപ്പത്തിൽ സാധ്യമാകും, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എളുപ്പത്തിൽ സാധ്യമാകുമോ, ഓപ്പറേഷൻ എളുപ്പത്തിൽ സാധ്യമാകുമോ, ആ ഓപ്പറേഷൻ അഡ്മിനിസ്ട്രേഷൻ റിക്വയർമെൻറ്റുകൾ നോക്കിയിട്ടാണ്, അതായത് അതിൻ്റെ പ്രവർത്തിപ്പിക്കാനും അതിൻ്റെ ഭരണ സംവിധാനവും സുഗമമാക്കുന്ന തരത്തിൽ നോക്കിയാണ് സോണുകൾ തിരിക്കുന്നതെന്നാണ് അവരുടെ ഒരു ന്യായീകരണം. ഏതായാലും അത് എത്ര കണ്ട് ശരിയാണെന്ന് ഇനിയും കൂടുതൽ പ്രേക്ഷകർ എനിക്കൊപ്പം ചേരാനുണ്ട്. ഞാൻ അവരിലൊക്കെ നമുക്ക് കേൾക്കാം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇങ്ങനെ ഓണാശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ്. സുനിൽകുമാർ ഓണാശംസകൾ നേരുന്നു, ജയകുമാർ ഓണാശംസകൾ നേരുന്നു, മുരളീധരൻ എം.എൻ. ഓണാശംസകൾ നേരുന്നു, അദ്ദേഹത്തിനെ പലർക്കും ഓണാശംസകൾ അദ്ദേഹത്തിന് നേരുന്നു. അങ്ങനെ അപ്പോൾ ഡൊണാൾഡ് ഡക്കനോട് പറയുന്നു, മംഗളൂരു ഇൻ കർണാടക ആൻഡ് ഇറ്റ്സ് റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് സർവ് കർണാടകാസ് ഇൻട്രസ്റ്റ്. ബ്രിങ്ങിങ് മംഗളൂരു അണ്ടർ സൗത്ത് വെസ്റ്റ് റെയിൽവേസ് മംഗളൂരു ഡിവിഷൻ ഈസ് എ റാഷണൽ ഡിസിഷൻ എന്നോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ കർണാടകയുടെ ഒരു വലിയ ആക്ഷേപം അതാണ്. അവിടുത്തെ റെയിൽ വിഭാഗം സൗത്ത് റെയിൽവേ, സൗത്ത് വെസ്റ്റ് റെയിൽവേ, കൊങ്കൺ റെയിൽവേ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ കിടക്കുന്നതിനെ ക്രോഡീകരിക്കേണ്ടതിൻ്റെ ഒരാവശ്യകത അവരെല്ലാ കാലത്തും പറയുകയും അതിൻ്റെ ഭാഗമായി നീക്കമാണ് എന്ന്, ഇത് വളരെ പ്രായോഗികമായൊരു നീക്കമാണെന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഞാനിപ്പോൾ പ്രതീക്ഷിച്ച ഒരാൾ വന്നു, ദീപു ഇപ്പോൾ വന്നത് നന്നായി. ഞാൻ ഇതിൻ്റെ ഒരു പ്രതികരണം എന്താണ് എന്ന് കേൾക്കാൻ നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ദീപു ഈ റെയിൽ വിഭജനം എന്നത് 2007 നല്ല കാര്യവും 2024 ആകുമ്പോൾ അത് മോശം കാര്യവുമായി മാറുന്നത്? അതെ മനു, ആദ്യം ഓണാശംസകൾ എല്ലാവർക്കും, നിങ്ങളുടെ ടീമിന് ഒക്കെ എല്ലാവർക്കും ഓണാശംസകൾ. മനു കാത്തിരിക്കുകയായിരുന്നു എന്നെ ഒന്ന് കിട്ടാനല്ല, ഞാൻ ഇത് കാര്യങ്ങളൊക്കെ പഠിച്ച് പറയുന്ന ഒരാളാണല്ലോ. കുറുക്കി വെച്ചേക്ക, എന്റെ വായിന്ന് എന്തെങ്കിലും കിട്ടണം അപ്പം പിടിക്കണം. അതല്ല, അങ്ങനെയല്ല. അതായത് ദീപു പലപ്പോഴും കാര്യങ്ങൾ കുറെ കൂടെ മനസ്സിലാക്കിയും ആ വിഷയം പഠിച്ചുമൊക്കെയാണല്ലോ സംസാരിക്കുക. അപ്പോൾ ഒരുപക്ഷെ നമ്മളെ പൊതുവേദിയിലെ പൊതുപ്രേക്ഷകരെയൊക്കെ കുറെ കൂടി എന്നേക്കാൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോഴാണല്ലോ നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് കൈമാറുമ്പോഴാണല്ലോ നമുക്കൊരു ക്ലാരിറ്റി വരുന്നത്. ഞാനേ മനു, ഇതിനെ പറ്റിയിട്ട് എനിക്ക് അത്ര വലിയ അറിവില്ല. പക്ഷെ ഞാനിപ്പോ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച്, മനു ഇപ്പൊ ഓരോരുത്തരുടെ ചോദിക്കുന്ന കേട്ടപ്പോ ഞാൻ വിളിച്ച് ചോദിച്ചു. ഞാനൊരു യാത്രയിലായിരുന്നു, കേട്ടോട്ട് പോകുക മാത്രമായിരുന്നു ഞാനുള്ളത്. പക്ഷെ ഞാൻ സൈഡിൽ നിർത്തിയിട്ട് ഇതിപ്പോ അദ്ദേഹത്തിന് വിളിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ അറിവുകൾ ഞാൻ പറയാം. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള 2 ഡിവിഷനാണ്, ഒന്ന് പാലക്കാടും തിരുവനന്തപുരം. ആദ്യം രണ്ടും പാലക്കാടായിരുന്നു. 1979 2 മറ്റോ അത് രണ്ടാക്കി. അത് ഓരോരുത്തരുടെ അന്ന് നമുക്ക് ഓരോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഓരോ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് ഡിവിഷൻ മാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാംഗ്ലൂർ പോർട്ട്, മാംഗ്ലൂരിൽ നിന്നുള്ള ചരക്ക് നീക്കങ്ങൾ ഇങ്ങോട്ടും, ഇത് റെയിൽവേയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ചരക്ക് നീക്കം കൂടെയാണല്ലോ. അപ്പം ഈ വരുമാനം പാലക്കാടിന്റെ പാർട്ടായിട്ട് വന്നുകൊണ്ടിരുന്ന ഈ വരുമാനം മൊത്തത്തിൽ പാലക്കാട് ഡിവിഷൻ, അത് മാംഗ്ലൂരിനാണ് കൂടുതൽ വരുന്നതെങ്കിൽ പാലക്കാട് ഡിവിഷൻ കൂടുതൽ മാംഗ്ലൂരിന് കൊടുക്കും. കേരളത്തിലുള്ള പാർട്ടിനാണെങ്കിൽ കേരളത്തിലുള്ള പാർട്ടിലേക്ക് അതിന്റെ വരുമാനം വികസനം എന്ന രീതിക്ക് അവിടുത്തെ വികസനം അവർ പ്ലാൻ ചെയ്യും, പാലക്കാട് പ്ലാൻ ചെയ്യും. ആ പാലക്കാട് പ്ലാൻ ചെയ്ത് അവരുടെ മീറ്റിംഗിൽ, സദേൺ റെയിൽവേയുടെ മീറ്റിംഗിൽ വെക്കുമ്പോൾ പാലക്കാടിന്റെ വരുമാനം, ഇത്രയും വരുമാനമുള്ള ഒരു ഡിവിഷൻ പറയുന്ന കാര്യങ്ങളെ മുഖവിലേക്കെടുക്കും. ഇവിടെ നമുക്കിനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? നമുക്കിപ്പോ ഇനിയിപ്പോ കുറച്ച് പൈസ മാത്രമാണ്, റവന്യൂ മാത്രമാണ് ഉണ്ടാവുക. ആ റവന്യൂ വെച്ചിട്ട് നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വരുമാനമൊന്നും ഇല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളായിരിക്കും വരിക. ഇപ്പൊ തന്നെ തിരുവനന്തപുരം ഡിവിഷനും അതുപോലെയാണ്. തിരുവനന്തപുരം ഡിവിഷനിൽ ഉണ്ടായിരുന്നത് നിയമം വരെയുള്ളത് മധുര ഡിവിഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓപ്പറേഷണലായിട്ട് സംഗതികൾ കുറയ്ക്കുക, അവരുടെ വരുമാനം കുറയ്ക്കുക, അവരുടെ വോയിസ് കുറയ്ക്കുക. ഇപ്പൊ നമുക്ക് പറയാം, മംഗലാപുരം ഡിവിഷനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള മംഗലാപുരത്തു നിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുമാനം വെച്ചിട്ട് ഇപ്പം നമുക്ക് വികസനം വേണ്ട പാലക്കാടിന്റെ ഭാഗമായിട്ടുള്ള തിരൂര് അങ്ങോട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വടക്കൻ മലബാർ മേഖലയിലോട്ടുള്ള വികസനത്തിന്റെ പൈസയും അവർ അതിനകത്ത് എടുക്കും. ഇപ്പൊ അതില്ല. ഇപ്പൊ അതിനെപ്പറ്റി പറയാൻ പോകുമ്പോ അവർ നോക്കില്ല. മാത്രവുമല്ല, ഈ സദേൺ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നമുക്ക് ഈ പോസ്റ്റുകൾ, അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റുകൾ മാറ്റപ്പെടും. ഈ സദേൺ റെയിൽവേയിൽ കേരളത്തിന്റെ ഡിവിഷൻ, അതായത് പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനിലാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ചെയ്യുന്നത്. ഇപ്പൊ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിയുമ്പോഴത്തേന് അവരുടെ സ്ട്രെങ്ത് കുറയും, വോയിസ് ഇല്ലാതാകുകയും ചെയ്യും. അങ്ങനെ ഈ ഓപ്പറേഷണലായിട്ടും നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ദേവസ്വം ബോർഡിൽ പറയില്ലേ, ശബരിമലയിലെ വരുമാനം ഉപയോഗിച്ച് മറ്റ്
അമ്പലങ്ങളിലേക്ക് അവിടെ തിരികെത്തിക്കാനുള്ള ഇത് കൊടുക്കുന്നു. അതുപോലെ വരുമാനം വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മറ്റുള്ള മേഖലകളിലേക്കും കൊടുക്കുന്ന. ഇപ്പം ഈ തിരുവനന്തപുരത്തെ നേമത്തെ മധുര കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് തരാൻ പോകുന്നത് ഈ പിന്നെ കൊല്ലത്തുനിന്നുള്ള ഇതാണ്. അവിടെയാണെങ്കിൽ ചരക്കില്ല, അവിടെ ഈ മറ്റേ യാത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളെ നമ്മുടെ അതായത് പാലക്കാട് ഇപ്പൊ എല്ലാ വരുമാനം പോകുന്ന റെയിൽവേക്ക് തന്നെ, നേരത്തെ മനു പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ ചില മേഖലകളിലെ വികസനവുമായി ബന്ധപ്പെട്ട് ആ വികസനങ്ങളിലെ വാങ്ങൽ ശേഷി, അതായത് നമ്മളുടെ ചോദിക്കുന്ന, നമ്മുടെ പ്ലാൻ ചെയ്യുന്ന ശേഷിയെ ഇല്ലാതാക്കുന്ന ശ്രമങ്ങളാണ് നടത്തുന്നത്. ആ ശ്രമത്തിൽ അല്ലെങ്കിൽ ഇവരെന്ത് വേണം, ഒക്കെ ഞങ്ങൾ തന്നാലും നിങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള പൈസയൊക്കെ തരും. രാഷ്ട്രീയവും അതിനകത്തുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിന് തരാതിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ ഇവിടെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും. അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിന് സംഭവിക്കും. അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കേരളത്തിലെ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം വെച്ചിട്ട് കേരളത്തിന് എന്തെങ്കിലും സഹായം അവർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കാനും പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വരുമാനം മൊത്തം കാണിച്ചു കൊണ്ടിട്ടാണ് ഇതാ ഞങ്ങൾ ഇത്രയും വരുമാനമുള്ള ഒരു ഡിവിഷനാണ്, ഞങ്ങൾ പറയുന്ന പ്ലാനുകൾ ഇതൊക്കെയാണെന്ന് പറയുമ്പോഴത്തേനും ഇവരുടെ എല്ലാ മീറ്റിംഗ്, മാനേജേഴ്സിന്റെ മീറ്റിംഗ്, അതായത് ജനറൽ മാനേജറും ഇവരുടെ ഡിവിഷണൽ മാനേജേഴ്സും തമ്മിലുള്ള മീറ്റിംഗ് എല്ലാ ആഴ്ചയും ഒക്കെ നടക്കാറുണ്ട് അത്രേ. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ഈ വരുമാനം ഇല്ലാതെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സാറേ ഞങ്ങൾക്ക് ഇവിടെ തരണേ എന്ന് പറഞ്ഞ് ഇരിക്കേണ്ടി വരും. അതിനൊക്കെ കൂടിയാണ് സമരം നടക്കുന്നതെന്നാണ് എന്റെ ഒരു ഇത്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ വന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവുണ്ടാവുക. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാടിനെ, നമ്മുടെ കേരളത്തിന്റെ വികസനം, നമുക്കിപ്പോ 2 ട്രാക്ക് കൊണ്ടാണ് പോകണം. 630 വളവുകളുണ്ട് തിരുവനന്തപുരം തൊട്ട് പിന്നെ ഇവിടെ വരെ. ഒരു സ്പീഡ് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതെന്ന്. അപ്പൊ അതിന്റെയൊക്കെ വികസനം എവിടെ? നമുക്ക് ഇപ്പൊ തന്നെ സ്പെഷ്യൽ ട്രെയിനുകളുണ്ടോ? ഏതോ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഇപ്പൊ ഓണത്തിന് എന്തോ ഒരെണ്ണം ഇട്ടു എന്നാണ് പറയുന്നത്. അപ്പം എത്ര കാര്യങ്ങൾ ചെയ്യാം, അതൊന്നും ചെയ്യുന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ കേരളത്തിന്റെ ശക്തിയെ, കേരളത്തിന്റെ പിന്നെ വികസനത്തെ വേണ്ടിയിട്ടാണ് കേരളത്തിലുള്ളവർ സംസാരിക്കുന്നത്. കർണാടകത്തിലുള്ളവർ അവിടെ സംസാരിക്കും, കേരളത്തിലുള്ളവർ നമ്മൾ സംസാരിക്കണ്ടേ? അല്ല, സംസാരിച്ചാലേ പറ്റുള്ളൂ. അല്ല, ഇപ്പം ഞാൻ ദീപ് പറഞ്ഞതൊക്കെ ഞാൻ സശ്രദ്ധം കേട്ടു. ഇപ്പം മംഗലൂരു അവിടുത്തെ പോർട്ട്, അതുമായി ബന്ധപ്പെട്ട വരുമാനങ്ങൾ ഒക്കെ നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്നു. സേലം, അതുപോലെ ട്രിച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലെയൊക്കെ വരുമാനം നമ്മുടേതാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറേ കൂടെ സ്വാർത്ഥമായി ചിന്തിച്ച് അങ്ങനെ ആഗ്രഹിച്ചാലും ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ അലൊക്കേഷൻ ഇതെല്ലാം നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 1200 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു വലിയ ഒരു പാത്തായിരുന്നല്ലോ പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ കീഴിലുണ്ടായിരുന്നത്. അതായത് ജോലാർപേട്ട മുതൽ മംഗലാപുരം വരെയുള്ള ഇവിടേക്ക് മുഴുവൻ ഒരു വലിയ തുക അലോ ചെയ്ത് കിട്ടുമ്പോൾ നമ്മുടെ പാലക്കാടിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഈ മലബാറിലെ യാത്രക്കാർക്ക് കിട്ടുന്ന സൗകര്യം അതിൻ്റെ ആ പെർസെൻറ്റേജിൽ തന്നെ നിൽക്കും. അതേസമയം ഇനി നമുക്ക് കിട്ടുന്ന തുക മുഴുവൻ ഇവിടേക്കുള്ള ചെലവിനാണ് വരുന്നത്. മനു, അതിനകത്ത് അത് എത്രയാണ് കിട്ടുന്നത്? റെയിൽവേ ഡിവിഷന് അല്ല, രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ മംഗലൂരു ഡിവിഷനിലേക്ക് തുക അലോട്ട് ചെയ്തെന്ന് നോക്കി. മംഗലൂരു ഡിവിഷനിലേക്ക് നിന്ന് ഒരു ട്രെയിൻ പാലക്കാടേക്കോ തിരുവനന്തപുരത്തേക്കോ എത്തണമെങ്കിൽ സ്വാഭാവികമായി ആ സ്ഥലത്ത് അതിൻ്റെ ഡബ്ലിംഗ് വർക്ക് നടക്കണം. ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ കണക്കൊക്കെ എടുത്ത് നോക്കിയത്. ഇത് വളരെ എന്താ പറയുക, ഇപ്പോൾ കോൺഗ്രസ് ആണ് ഇപ്പോൾ വലിയ സമരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു, ആ കാലഘട്ടത്തേക്കാൾ ഇതിൻ്റെ കണക്ക് അവർ പുറത്തു വിടുന്നുണ്ട്. എല്ലാ കാലത്തും ഇത് 2014 ശേഷം ഭീമമായ വർധനവാണ് റെയിൽവേ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ട്രാക്ക് ലേയിങ്ങിൽ, ആനുവൽ നാഷണൽ ക്യാപ് എക്സ്പെൻഡിച്ചറിൽ, മെട്രിക് കോമ്പണൻസിൽ, സേഫ്റ്റി അലൊക്കേഷനിൽ എല്ലാത്തിൻ്റെയും കണക്ക് ഞാൻ എടുത്തു നോക്കി. എല്ലാം വർദ്ധിച്ചിരിക്കുകയാണ്. ആനുവൽ പിന്നെ ആക്സിഡൻസ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള തുക. അപ്പോൾ അത് പിന്നെ എന്താ പറയുക, മോർ ദാൻ 60% റിഡക്ഷൻ ഉണ്ടായി ഈ ആക്സിഡൻസ് നിയന്ത്രിക്കുന്നതിൽ. ഇപ്പോൾ റെയിൽവേ സേഫ്റ്റി അലൊക്കേഷൻസ് കാര്യം നോക്കും, 39,000 കോടിയിൽ നിന്ന് 1,20,000 കോടിയിലേക്ക് ജമ്പ് ചെയ്തിരിക്കുകയാണ്. ട്രാക്ക് ലേയിങ് 4 കിലോമീറ്റർ ഒരു ദിനം എന്നത് 14 കിലോമീറ്റർ പെർ ഡേ എന്നുള്ളൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റെയിൽവേ ഇതെല്ലാം പറയുകയാണ്. അപ്പോൾ നേരത്തെ വി കെ ശ്രീകണ്ഠൻ നമ്മുടെ പാലക്കാട് MP ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി അവിടെ നിന്ന് പാർലമെന്റിൽ നൽകിയ കത്തിന്റെ ഒരു കോപ്പിയും കൂടി ഞാൻ എന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വിട്ടുപോയതാണ്. മനു ഇപ്പൊ ഈ പറയുന്ന ഇത്രയും പൈസ അലോക്കേറ്റ് ചെയ്തെന്ന് പറയുന്നല്ലോ, അതൊരു കമ്പാരിസൺ വെച്ചിട്ട് റിലേറ്റീവ് ഇതിലേ സംസാരിക്കുന്നത്. ഒരു റിലേഷൻ, അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പൊ വലിയൊരു ഡിവിഷന്റെ ഒരു ഭാഗം സേലത്തേക്ക് പോയല്ലോ. അപ്പൊ ഇതെല്ലാം കുറയും എന്ന് നമ്മൾ ഭയന്നെടുത്ത് ഇതെല്ലാം കൂടുതൽ ചെയ്തെന്നാണ് ഞാൻ പറയുന്നത്.
മനു അതാണ് ഞാൻ പറഞ്ഞത്. മനു റിലേറ്റ് ചെയ്താ പറയുന്നത്. എന്ത് റിലേറ്റ് ചെയ്തിട്ട് ഇന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും പൈസ അലോട്ട് അല്ല, അങ്ങനെയല്ല. അതായത് സേലം ഡിവിഷൻ പാലക്കാട് ഡിവിഷന്റെ ഭാഗമായിരുന്ന കാലഘട്ടത്തിലും അത് പിന്നീട് അത് പോയപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൽ ഒരു കുറവുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതാ പറയുന്നത് മനു എടുക്കുന്ന എന്താണ്, ഒരു കാലഘട്ടത്തിലാണ്, ഒരു എ കാലഘട്ടത്തിലും ബി കാലഘട്ടത്തിലും. എ കാലഘട്ടത്തിലെ വരുമാനം എന്തായിരുന്നു, അവിടുത്തെ അലോക്കേഷൻ എന്തായിരുന്നു. ബി കാലഘട്ടത്തിലെ വരുമാനം എന്ത്, അവിടുത്തെ അലോക്കേഷൻ എന്ത്. ഈ റിലേഷനും കൂടെ വേണ്ടേ? നമ്മൾ അവിടെ ഇപ്പൊ സ്വർണത്തിന് 20 വർഷം മുമ്പ് എന്തായിരുന്നു വില, ഇപ്പൊ എന്തായിരുന്നു വില, അപ്പൊ ഇപ്പൊ സ്വർണത്തിന് 10 അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് അന്നത്തെ വരുമാനം എന്ത്, അന്നത്തെ വരുമാനത്തിൽ നിന്നുണ്ടായ അലോട്ട്മെന്റ് എന്ത്, ഇന്നത്തെ വരുമാനം എന്ത്, ഇന്നത്തെ വരുമാനത്തിൽ നിന്നുണ്ടാവുന്ന അലോട്ട്മെന്റ് എന്ത്. മാത്രമല്ല കൊച്ചി ഇപ്പൊ മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്ക് വരുമ്പം നമ്മുടെ കൊച്ചി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ വരുമാനം എങ്ങോട്ട് പോകുന്നു? ആ വരുമാനത്തിന്റെ ഷെയർ എവിടേക്ക്, ആർക്കാണ് പോകുന്നത്? അല്ല, അപ്പൊ ഞാനൊരു വളരെ നിഷ്പക്ഷനായ ഒരു ഉത്തരം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കൊച്ചി പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ട്രെയിൽ മൂവ്മെന്റ് ഉണ്ടായാൽ അവിടുന്ന് വരുമാനം ഉണ്ടാവില്ല. അത് വേറൊരു സംസ്ഥാനത്തിന്റെ റെയിൽ ഡിവിഷനിലാണെങ്കിൽ നമ്മൾ അത് സമ്മതിക്കുമോ? അല്ല മനു, ഇപ്പം മംഗലാപുരം ഡിവിഷനിൽ ഇത്രയും വികസനം അവിടെ അല്ല, മംഗലാപുരത്തിന്റെ ഒരു പ്രധാന കാര്യം എന്താണ്, അവിടുന്ന് വലിയ തോതിലുള്ള പാസഞ്ചർ ഫ്ലൈറ്റ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഇതുണ്ട്, ഏതാണ്, ചരക്ക് ഗതാഗതമുണ്ട് മംഗളൂർ പോർട്ടിന്. പറയുന്നതാണ് മനു, മാംഗ്ലൂരിന് ആവശ്യമുള്ള വികസനം എന്താണ്, അതിനനുസരിച്ചുള്ളത് ചെയ്തല്ലേ പറ്റുള്ളൂ. അതിനൊരു ഇപ്പം 10,000 crore എന്ന് വെച്ചോളൂ അവരുടെ ഒരു ബഡ്ജറ്റ്. അതായത് ഈ പാലക്കാട് ഡിവിഷന്റെ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയണം, അത്രയൊന്നും കാണുമോ ഇല്ലയോ, അതിൽ കൂടുതലാണെന്നൊന്നും അറിയില്ല. അതിനകത്ത് മാംഗ്ലൂരിന്റെ വികസനത്തിന് ഒരു 80% വെച്ചാലും ബാക്കി 20% അതിലും അവര് അതിന് റെയിൽവേ ഒരു ക്ലാരിഫിക്കേഷൻ, ആ വരുമാനം കൂടെ ഉണ്ടെങ്കിലല്ലേ അത്. അല്ല, അങ്ങനെയല്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ പാർലമെന്റിൽ VK ശ്രീകണ്ഠന് ഒരു മറുപടി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നോക്കുക. അപ്പോൾ റെയിൽവേ അതിൽ സ്പെസിഫിക്കായി പറയുന്നത്, നോക്കൂ, ഒരു ഡിവിഷൻ്റെയോ സ്റ്റേറ്റ് ബൗണ്ടറി വെച്ചിട്ടോ ഉള്ള ഒരു കണക്കിലല്ല ഇതിൻ്റെ ഫണ്ട് അലൊക്കേഷൻ തീരുമാനിക്കുന്നത്. ഇതൊരു സോണൽ വൈസ് ആയിട്ടാണ് ഇതിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തേത്, ഈ കർണാടകയുടെ ഒരു സാഹചര്യം നോക്കൂ. അതിൻ്റെ ഒരു റെയിൽവേയുടെ ഒരു ഭാഗം സൗത്ത് വെസ്റ്റ് റെയിൽവേ, ഒരു ഭാഗം സദേൺ റെയിൽവേ, ഒരു ഭാഗം കൊങ്കൺ റെയിൽവേ, ഇങ്ങനെ വിഭജിച്ച് കിടക്കുന്നതിനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് കുറെ കൂടി പുരോഗമനപരമായ ഒരു കാര്യമാണ് എന്നവർ വാദിച്ചാൽ നമുക്ക് എന്ത് മറുപടി പറയാൻ കഴിയും? ഇപ്പം നമ്മളിപ്പം പിന്നെ കോഴിക്കോട് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഴിക്കോട്ടുകാരുടെ മാത്രമാണോ? കോഴിക്കോട് സ്റ്റേഷനിലൂടെ പോകുന്ന മാംഗ്ലൂരും അല്ലെങ്കിൽ പിന്നെ ബോംബെക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പോകുന്നവരില്ലേ? അപ്പം അവിടുത്തെ മാത്രമായിട്ട് നമ്മളെ എങ്ങനെ എടുത്തു കളയാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് അഡ്രസ് ചെയ്ത്, അല്ല, അതാണ് അവർ ചോദിക്കുന്നത്. ഇപ്പൊ കോഴിക്കോട് സ്റ്റേഷൻ ഒരു നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് റെയിൽവേ, ഫറൂഖ് സ്റ്റേഷൻ സദേൺ റെയിൽവേ, വേറെ തൊട്ടടുത്ത് കിടക്കുന്ന വടകര പിന്നെ കൊങ്കൺ റെയിൽവേ, ഇങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നാണോ? അല്ല, സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് അവരുടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യാർത്ഥം അവരതിനെ മാറ്റി എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ റെയിൽവേ ഒരിക്കലും സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള അല്ല, സ്റ്റേറ്റ് വൈസ് ആയിട്ടില്ല. ഞാൻ പറയുന്നത് ആ ഒരു മേഖലയ്ക്ക് വേണ്ടി അവരുടെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പൊ മാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ മാംഗ്ലൂരിന് ചുറ്റപ്പെട്ട് കിടക്കുന്നതാണല്ലോ എല്ലാം കൂടെ ഒരു ലെവലിലേക്ക് ആവേണ്ടത്. അതാണല്ലോ ആവുന്നത്. അല്ലാതെ പാലക്കാടിന് വേറെ, അല്ലെങ്കിൽ കേരളത്തിന് വേറെ, മറ്റവർക്ക് വേറെ എന്ന് പറഞ്ഞാൽ റെയിൽവേ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഡിവിഷന് ഒരു പോയിന്റിലായിരിക്കും വരുമാനം കൂടുതലുണ്ടാവുക, മറ്റുള്ളവിടുന്ന് ഇപ്പൊ 60% അവിടെയാണെങ്കിൽ 40% ഇവിടെ ആയിരിക്കും. പക്ഷെ അപ്പോഴും ഇല്ലാത്ത സ്ഥലത്തേക്കുള്ള വികസനം കൂടെ വേണ്ടേ? അത് റെയിൽവേ പറയുന്നത് ഈ വരുമാനക്കുറവ് ആ വികസനത്തെ ആ നിലയ്ക്ക് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയാം മനു, അങ്ങനെയാണെങ്കിൽ ഈ മാംഗ്ലൂരും സേലവും കാര്യങ്ങൾ ഇപ്പൊ മാംഗ്ലൂർ ഉണ്ടായിരുന്നു, മാംഗ്ലൂർ കൂടെ ചേർന്നുണ്ടല്ലോ, എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് കേരളത്തിന് ഇത്രയും ട്രാഫിക് ഉള്ള ഈ കേരളത്തിന് ഒരു പിന്നെ ആ കൊച്ചി മലബാറിലോട്ട് വഴി പോകുന്നതിന് ഒരു 3rd ട്രാക്ക് ഉണ്ടാകാത്തത്? അല്ല, അതിന് ഞാൻ അതൊക്കെ റെയിൽവേ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം നമ്മുടെ അത് റെയിൽവേയുടെ മാത്രം കുറ്റമല്ല. നമ്മുടെ ഒരു ജനസാന്ദ്രത കൂടിയ സ്ഥലത്ത് പെട്ടെന്നുള്ള ഡബിളിംഗ് പൂർത്തിയാക്കാനൊക്കെ ലാൻഡ് അക്വിസിഷന്റെ പരിമിതികൾ, മാധ്യമങ്ങൾ അടക്കമുള്ളവർ ഈ 3rd പിന്നെ ഈ സിൽവർ ലൈനെ കുറിച്ച് പറഞ്ഞെന്താ, ഒരു ലൈനും കൂടെ അങ്ങോട്ട് ഇട്ട് ഇപ്പൊ പാരലായിട്ട് ഇട്ട് ആ വളവൊക്കെ ഒന്ന് നൂത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ മനു പറയാണ് നമുക്ക് അവിടെ ഒരുപാട് സ്ഥലം വേണം,
അല്ല, വളവ് നോക്കണം. അതല്ലേ വലിയ പ്രശ്നം. നമ്മുടെ വന്ദേ ഭാരതിന് പോലും എന്തുകൊണ്ടാണ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയാത്തത്? ഞാൻ ഉത്തരേന്ത്യയിൽ പോയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടുത്തെ നമുക്ക് അതിൽ എഴുതി കാണിക്കുമല്ലോ, വന്ദേ ഭാരതിന് സ്പീഡ് എന്ന് പറഞ്ഞാൽ 130 കിലോമീറ്റർ വേഗതയിലാണ്. 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തെത്തുന്ന സ്ഥലം അവിടെ വെറും ഒരു ചായ കുടിച്ച് നമ്മൾ അടുത്ത സംസാരിച്ചു. അപ്പോൾ ആ വേഗതയിൽ കേരളത്തിൽ നമ്മുടെ വന്ദേ ഭാരത് നീങ്ങുന്നില്ല. കാരണം ഈ വളവ് നിവർത്താൻ കഴിയില്ല. ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. ഈ സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് കേന്ദ്രമല്ലേ തരാത്തത്? ഇവിടുത്തെ ആൾക്കാരല്ലേ അത് നമ്മൾ അത് വളവ് നികത്തലിന് പകരം നമ്മൾ ദ്വീപ് പറഞ്ഞത് മറ്റേ ആളുകളുടെ വീട്ടിൽ കൊണ്ടേ മഞ്ഞക്കുറ്റി, അത് ശരിയാവില്ലല്ലോ. 630 വളവുകളിൽ ഒരു വളവ് നോത്താൽ ഇറ്റ് ഈസ് എ ഡിഫറെന്റ് പാത്ത്. കൊല്ലത്തെ മനുവിനെ അറിയാലോ, കൊല്ലം വഴി മനു കടന്നു പോയിട്ടില്ലേ? ആ കൊല്ലം സ്റ്റേഷൻ എത്തുമ്പം 180 ഡിഗ്രിയിലാണ് തുടങ്ങുന്നത്. അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് മനു ഒരു വളവ് നൂത്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? അറബിക്കടലിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതായാലും അതൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. പക്ഷേ റെയിൽവേ നൽകുന്ന വളരെ കൃത്യമായ ഒരു വിശദീകരണം, ഒരു സോണൽ വൈസ് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് അതിൽ പ്രധാനമായും നടക്കുന്നത്. കാര്യത്തിലൊക്കെ അവരെ സംബന്ധിച്ചിട്ട് അവർ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയല്ലേ. ഏതായാലും പക്ഷെ ഞാനിപ്പോ നോക്കിയിട്ട് വരുമാനം കുറയ്ക്കുകയും പാലക്കാടിന്റെ അല്ല, ഇത് വരുമാനം എങ്ങനെ കുറഞ്ഞാലും അതൊക്കെ റെയിൽവേയിലേക്കാണ് പോകുന്നത് എന്നത് മാത്രമേ. അത് തിരിച്ച് മൊത്തത്തിൽ പോകുന്നത്. പക്ഷെ ആ പാലക്കാടിന്റെ വികസനങ്ങളെ പറ്റി അല്ലെങ്കിൽ പാലക്കാട് അതാണ്. അപ്പൊ ആ പാലക്കാടിന്റെ വികസനത്തിന് വരുന്ന പൈസ പാലക്കാടിന് മാത്രം ചെലവാക്കിയാൽ മതിയായിരുന്നു. നേരത്തെ അത് സേലത്തിന് ജോലാർപേട്ടയ്ക്ക് ചെലവാക്കണമായിരുന്നു. പാലക്കാട് ഡിവിഷനും ചെലവാക്കണം. അല്ല, അതാണ് ദീപു, അതിലൊരു വ്യത്യാസം ഉണ്ടെന്നേ. ഇപ്പം ഞാൻ അതിൻ്റെ കുറെ കൂടി സ്പെസിഫിക്കേഷൻ പറയാം. അതായത് ഇപ്പോൾ 600 കോടി രൂപയോ മറ്റോ അന്നത്തെ പ്രതിവർഷ വരുമാനം പാലക്കാട് ഡിവിഷൻ ഉണ്ടായിരുന്നു എന്ന ഘട്ടത്തിൽ നിന്നാണ് സേലം ഡിവിഷൻ ജനിക്കുന്നത്. 200 കോടി അങ്ങോട്ടേക്ക് മാറി. നേരത്തെ നമുക്ക് കിട്ടിയിരുന്ന ഈ 600 കോടി കാണിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ഫണ്ടിൻ്റെ അലൊക്കേഷനിൽ അത് സോണൽ വൈസ് ആണെന്ന് അവർ പറയുന്നു. എങ്കിലും ഈ ഡിവിഷൻ്റെ ഒരു മാറ്റം വന്നത് ഈ ജ്വാലാർപേട്ട മുതൽ 127 കിലോമീറ്റർ പിന്നിട്ട് മംഗലാപുരം വരെയുള്ള മുഴുവൻ ഏരിയയുടെയും ടോട്ടൽ വികസനത്തിനാണ് പണം കിട്ടുന്നത്. ഇപ്പം ആ പണം മാറി. ഇപ്പം ആ പണം പാലക്കാട് ഡിവിഷൻ എന്ന് പറയുന്ന ആ ഇപ്പുറത്തുള്ള പോത്തന്നൂർ മുതലുള്ള ഭാഗങ്ങളിലേക്ക് കൂടുതൽ സ്പെസിഫൈ വരുന്നു. അപ്പം അതിൽ വ്യത്യാസം കാണുന്നില്ല, അത് കൂടുന്നു, അതാണ് കാണുന്നത്. മനു ഈ പൈസ ഇനിയിപ്പൊ മനു ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഈ ഡിവിഷന്റെ കാര്യം പറഞ്ഞില്ലേ, അത് മുഴുവൻ ആ ഭാഗത്തേക്ക് പോയാൽ പിന്നെ പാലക്കാട് ഡിവിഷന്റെ പ്രസക്തി എന്താ? ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണം എന്തെന്ന്. അപ്പോൾ ഏതായാലും ദീപ് കുറേ നാളുകൾക്ക് ശേഷം പൊതുവേദിയിൽ വീണ്ടും എത്തിയെന്നതിൽ സന്തോഷം. അപ്പോൾ താങ്ക് യു. ഏതായാലും ദീപ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതും കുറച്ചും കൂടി ഞാനും റിഫ്ലക്ട് അതൊന്ന് പരിശോധിക്കട്ടെ. ശരത്ത്, അപ്പോൾ ദീപിന് എല്ലാവിധ ഓണാശംസകളും, കുടുംബത്തിനും ഓണാശംസകൾ. എവിടെയോ പോവുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ നടുവിൽ നിർത്തി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് വളരെ നന്ദി. അതൊരാളെ വിളിച്ച് ചോദിച്ചു. അതാണ് ഞാൻ ദീപ് വരാൻ വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണല്ലോ പറയുന്നത്. അപ്പോൾ ശരത്ത് കൂടി എന്നോടൊപ്പം ബാലരാമപുരത്തും ചേരുന്നു. ശരത്തെ, നമസ്കാരം. നമുക്ക് ആഘോഷം തുടങ്ങിയില്ല സാർ? അങ്ങനെ ഓണാഘോഷം തുടങ്ങിയോ? ഞങ്ങളിവിടെ ഇന്ന് ന്യൂസ് 18 ഓണാഘോഷമായിരുന്നു. അപ്പോൾ വടംവലി, കസേരകളി തുടങ്ങിയ മത്സരങ്ങളിലൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് നമ്മുടെ കിരൺ ബാബു നയിച്ച സംഘമാണ് ജയിച്ചത്. അപ്പോൾ PCR എന്നോട് പറയുന്നു അല്ല അത് തോറ്റു എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ കസേരകളിയിൽ കിരൺ ബാബു ജയിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിന്റെ ഷർട്ട് കാണുമ്പോഴേ അറിയാം ഓണാഘോഷം നല്ല വിലയുള്ള ഷർട്ടാണ്. ഇതേപോലത്തെ ഷർട്ട് ഞാൻ വാങ്ങിക്കില്ല. അല്ല, അങ്ങനെയല്ല, ഇത് വിലയുള്ള ഷർട്ടൊന്നുമല്ല. അതായത് ഞങ്ങൾ ഇവിടെ ഒരു ഓണാഘോഷം നടത്തുമ്പോൾ ഓരോ 4 ഗ്രൂപ്പാവുമല്ലോ. ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരേ പാറ്റേണിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. അത് ഒരു ഡ്രസ് കോഡ്. അപ്പോൾ കളർ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഇതിനൊക്കെ ഒരു ചർച്ച നടന്നപ്പോൾ അതിൽ ഒരു ഫ്ലോറൽ ഡിസൈനുള്ള എന്തെങ്കിലും പൂക്കളൊക്കെ ഉള്ളൊരു ഷർട്ടും പുരുഷന്മാർക്ക് മുണ്ടും എന്നതാണ് ധരിച്ചത്. അപ്പോൾ ഞാൻ ഇത് രാത്രിയാണ് ഇത് അറിഞ്ഞത്. അപ്പോൾ രാവിലെ എനിക്ക് ഇന്നലെ രാത്രി ഡ്യൂട്ടി ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പൂക്കളുള്ള ഷർട്ടില്ല. അപ്പം ഞാൻ ഇന്ന് ഒരു വലിയ സത്യം മനസ്സിലാക്കി, എനിക്ക് അങ്ങനെ പൂക്കളുള്ള ഷർട്ടുകളില്ല. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ ഷർട്ടിൻ്റെ ഈ കയ്യിൽ ഇവിടെയൊക്കെ കുറച്ച് പൂക്കളുണ്ട്, പിന്നെ ഇതിനകത്തും കുറച്ച് പൂക്കളുണ്ട്. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഏതായാലും തെങ്ങൊരു പൂവല്ലല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ ഒരു പൂവിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇത് ധരിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഈ 1-ാം ഓണം, തിരുവോണം, 3-ാം ഓണം, 4-ാം ഓണം, അപ്പോൾ ഈ ദിവസങ്ങളൊന്നും പൊതുവേദി ഉണ്ടായിരിക്കില്ലല്ലോ അല്ലേ? അന്ന് പ്രത്യേക പരിപാടികളായിരിക്കും. അന്ന് നമ്മൾ കൂടുതൽ പരിപാടികൾ കൊടുക്കാൻ ആളുകളൊക്കെ സദ്യയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ പൊതുവേദിയേക്കാൾ കുറേം കൂടി ജനങ്ങൾക്ക് എന്താ പറയുക ആളുകളുടെ ഒരു പരിപാടികൾ നമ്മൾ കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്.
പാലക്കാട് ഏരിയയൊക്കെ നല്ല ആഘോഷമായിരിക്കുമല്ലേ ഓണം പാലക്കാടൊക്കെ? എല്ലാം ഓണം നമ്മുടെ കേരളത്തിൻ്റെ മുഴുവൻ ആഘോഷമല്ലേ. അപ്പോൾ ഓണം എല്ലാ ജാതി മത രാഷ്ട്രീയ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് പിന്നെ വലിയവൻ ചെറിയവൻ വ്യത്യാസങ്ങളൊക്കെ മറന്ന് ആഘോഷിക്കണമെന്നാണല്ലോ. എല്ലാവരും ഒന്നുപോലെയാകുന്ന ഒരു ഓണനാളല്ലേ മലയാളിയുടേത്. അപ്പോൾ നമ്മൾ അങ്ങ് ആഘോഷിക്കുക എന്നുള്ളതാണ്. ബാലരാമപുരത്തൊക്കെ എങ്ങനെയുണ്ട് ഓണാഘോഷം? ഞാൻ ബാലരാമപുരത്തല്ല ഇത് പോയി, ഇന്നിപ്പോ നെയ്യാറ്റിൻകരയാണ് പോയത് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി. എല്ലാം വാങ്ങിച്ചിട്ട് വന്നു. അവിടെ വടംവലിയോ അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട്, വേറെ എങ്ങും പോവാതെ ഇരിക്കുന്നതുകൊണ്ട്, കുറെ നാളുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അധിക ആഘോഷങ്ങളൊന്നും ഇല്ല. ഇപ്പൊ പിന്നെ ഫ്രണ്ട്സുകളൊക്കെ കാണുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് സിനിമ കാണാൻ തിയേറ്ററിൽ പോവുകയോ അല്ലെങ്കിൽ സിറ്റിയിലേക്ക് ഒന്ന് പോയി കറങ്ങിയിട്ട് വരികയോ അങ്ങനെയൊക്കെ ഉള്ള ഏർപ്പാടുകളല്ലാതെ അങ്ങനെ ഇപ്പൊ പഴയതുപോലെ ഓണം പ്രമാണിച്ചിട്ട് ബന്ധുക്കളാരും വീട്ടിൽ വരുന്ന പരിപാടി ഇവിടെ അങ്ങോട്ട് ഓൺലൈൻ ഓണമായി മാറിയോ എല്ലാവരും? അല്ല, അതുകൊണ്ടല്ല, സാമ്പത്തികമായിട്ടുള്ള പൈസയുടെ ഒക്കെ ഏർപ്പാട് ഇത് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അത് എല്ലാ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. സാമ്പത്തികമാണ്. സമയം അതിക്രമിക്കുന്നുണ്ട്. അപ്പൊ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ സമയം അവസാനിച്ചു. എന്തായാലും എനിക്കിത് പറയാനുള്ളത്, ഇത് റെയിൽവേ ഇതിനിപ്പോ വികസനം വരികയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഗുണം വരുന്ന എന്തെങ്കിലും ഒരു ഏർപ്പാടായി മാറട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ പാലക്കാട് ഡിവിഷന്റെ കാര്യത്തിൽ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഹാപ്പി ഓണം. ശ്രീ ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നു പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, ഇന്ന് സമയം ഇങ്ങനെ നമ്മൾ സംസാരിച്ചു പോയി. നാളെ നമുക്ക് അടുത്ത ദിവസം വിശദമായി സംസാരിക്കാം. അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് തോന്നുന്നു ഡേവിഡ് വിജയ് ടി വിയിലേക്ക് നിൽക്കുന്നു. ഓക്കെ, ചന്ദ്രൻ കരുനാഗപ്പള്ളി. ചന്ദ്രൻ, ഡേവിഡ് വിജയ് ആണോ? ശ്രീ ചന്ദ്രൻ, നമസ്കാരം മനു, ഹാപ്പി ഓണം. നമസ്കാരം, ഹാപ്പി ഓണം. നിങ്ങളുടെ അവതാരകനാണ് കിരണിന്റെ അയൽവാസിയാണ്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. നമ്മുടെ കിരൺ ബാബുവിന്റെയോ? അതെ, നല്ല അയൽക്കാരനാണോ? എങ്ങനെയാണ്, കൊള്ളാമോ? അല്ല, ഞാൻ ചാനലിൽ കൂടെ കേട്ടായിരുന്നു. കരുനാഗപ്പള്ളി പുതിയാവന്റെ സ്വദേശം. അത് ശരി. കിരൺ ബാബു ഓച്ചിറക്കാരനാണ്. അതെ. മനു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ കേരളത്തിലെ റെയിൽവേ വികസനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, മനുവിന് ഡൽഹി വരെ പോകണമെങ്കിലേ അത് റെയിൽവേയുടെ വികസനം നോക്കിയിട്ടാണോ യാത്ര ചെയ്യുന്നത്, വരുമാനം നോക്കിയിട്ടാണോ യാത്ര ചെയ്യുന്നത്, അതോ? എല്ലായിടത്തും വികസനം ഉണ്ടാകണം. ഡൽഹി വരെ പോകണമെങ്കിൽ എത്രയോ ഡിവിഷനുകളിൽ വികസനം സംഭവിച്ചാലേ എനിക്ക് ഡൽഹിയിൽ എത്താൻ പറ്റുള്ളൂ. എനിക്ക് സമയം ഇതുകൊണ്ടാണ്. ശ്രീ ചന്ദ്രൻ, നമുക്ക് മറ്റൊരു ദിവസം കുറേ കൂടെ വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് ഇത് ഒരു BJP രാഷ്ട്രീയ നീക്കമാണോ എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും 80% ആളുകൾ BJP രാഷ്ട്രീയ നീക്കമാണ് എന്ന് പറയും. ഏതായാലും ഇന്ത്യൻ റെയിൽവേ എന്നത് നമ്മുടെ നാടിൻ്റെ ഒരു പൊതു സ്വത്താണ്. അത് എത്രയോ കാലമായി നമ്മുടെ രാജ്യത്തെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വലിയ ഘടകം കൂടിയാണ് റെയിൽവേ വന്നതോടുകൂടിയാണ് സത്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് പോലും ഒരു വലിയ കരുത്ത് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. കാരണം പല രാജ്യങ്ങളിലുള്ളവർക്ക് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു എന്ന തരത്തിൽ ഒക്കെ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ ഇന്ത്യ എന്ന ഒരു ആശയം ഉണ്ടാകുന്നത്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ റെയിൽവേ വഴി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ദേശീയ സങ്കല്പം, ദേശീയത എന്ന ഒരു ബോധം വളർത്തുന്നതിലും ഒക്കെ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഘടകമാണ് സ്വാതന്ത്ര്യാനന്തര കാലത്തും അതിനു മുൻപും നമ്മുടെ നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് പോലും റെയിൽവേക്ക് അങ്ങനെ ഒരു വലിയ മികവുണ്ടായിരുന്നു. ആ റെയിൽവേ അത് ഏതെങ്കിലും ഒരു പ്രാദേശിക വാദത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിനെ ഒരു ദേശീയ ബോധത്തോടു കൂടി തന്നെ നോക്കിക്കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും സുഗമമായി യാത്ര ചെയ്യാനുള്ളൊരു സംവിധാനം റെയിൽവേക്ക് ഉണ്ടാകണം. ഏതാണ്ട് ഒരു സംസ്ഥാനത്തിലുള്ള അത്ര ജനം ഒരു ദിവസം തീവണ്ടികളെ ആശ്രയിക്കുന്നു. നമ്മുടെ കേരളത്തിന് അത്ര 3 കോടിയോളം കമ്മ്യൂട്ടേഴ്സ് ഒരു ദിവസം പല ട്രെയിനുകളിലായി കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു റെയിൽവേയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കേണ്ട ഒരു വലിയ ദൗത്യം നമ്മുടെ രാജ്യത്തിനുണ്ട്. നമുക്ക് അതിൽ രാഷ്ട്രീയം മാറ്റിവെക്കേണ്ടത് അനിവാര്യവുമാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും ഓണാഘോഷത്തിന് ശേഷം കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി ഓണം. കുടുംബാംഗങ്ങൾ കാണുന്നവർ, ഇന്നിപ്പോൾ നമ്മുടെ ശ്രീ ശശിധരനെ പോലുള്ളവരെ ഇന്ന് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.